Assalamu alaikum warahmatullahi wabarakatuh. Welcome to Guide on Learning Hub. എൻ്റെ പൊന്നു മക്കൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നു മക്കൾക്ക് ഗൈഡ് ഓണിൻ്റെ പുതിയൊരു സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാഫ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നടത്തിയപ്പോൾ ലിസാൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അത് അടിസ്ഥാനത്തിൽ ലിസാൻ്റെ എല്ലാ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും, ഉറപ്പാണ്. നമ്മുടെ സീരീസിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഉഷാറാക്കി എടുത്ത് അതിൻ്റെ ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്ത് അങ്ങനെ അടിപൊളിയാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഉഷാറായിട്ട് നിങ്ങളെ എല്ലാ സീരീസും കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഓരോ വീഡിയോസും കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലൊക്കെ പ്രത്യേകം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കെന്നാ തുടങ്ങാം. നമുക്ക് ലിസാനിലെ ഒന്നാമത്തെ പാഠവും അങ്ങനെ എല്ലാ പാഠങ്ങളും ഒന്ന് ഷാറായി ചർച്ച ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. പിന്നെ വേറൊരു കാര്യം, കിതാബ് ഇപ്പൊ എടുക്കുകയോ വേണ്ട കേട്ടോ. കിതാബ് നമുക്കിപ്പോ നോക്കണ്ട, കിതാബ് കുറച്ചായിട്ട് നോക്കാം. ആദ്യം നമ്മൾ പാഠം മനസ്സിലാക്കണം. പാഠം മനസ്സിലാക്കിയിട്ട് എന്നിട്ട് കിതാബ് എടുക്കുമ്പോഴല്ലേ അതൊരു രസം ഉണ്ടാവുള്ളൂ. പാഠമൊക്കെ നല്ല ഷാറാക്കി മനസ്സിലാക്കി പിന്നെ ഇങ്ങനെ കിതാബൊക്കെ ഇങ്ങനെ നോക്കണ സമയത്ത് നമുക്കിങ്ങനെ ഇത് നേരത്തെ പഠിച്ചാണല്ലോ എന്നിങ്ങനെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ ലെവലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ ചാനലൊക്കെ ഒന്ന് പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക. നിങ്ങളുടെ പേരും അതേപോലെ തന്നെ സ്ഥലമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. എല്ലാ കമന്റും വായിച്ച് നോക്കിയിട്ട് അതിനുള്ള സ്പെഷ്യൽ ആയിട്ട് റിപ്ലൈ തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലിസാൻ സീരീസ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മിനൽ ഖുർആനിൽ കരീം എന്നുള്ള ഒന്നാമത്തെ പാഠമാണ്. ഒന്നാമത്തെ പാഠം നമുക്ക് ഈ പാഠത്തില് എന്താണ് കാര്യം പറയുന്നത് എന്ന് നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അറബി ഭാഷ എങ്ങനെയാണ് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോ നമുക്ക് ലിസാന് ചിലപ്പോൾ ഇത് എന്തിനാ പഠിക്കണത് പലപ്പോഴും കൺഫ്യൂഷൻ ആണ്. നമ്മൾ കുറെ ലിസാൻ പഠിച്ചിട്ട് എന്താ കാര്യം? ദുറൂസ്, താരിഖ്, ഫിഖ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പഠിക്കും. അതേപോലെ തന്നെ ദുറൂസ് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വേണ്ട കുറെ കാര്യങ്ങൾ പഠിക്കും. താരിഖ് പഠിച്ചു കഴിഞ്ഞാൽ കുറെ ചരിത്രങ്ങൾ പഠിക്കും. ലിസാന് പഠിച്ചോണ്ട് എന്താ കാര്യം? ലിസാന് പഠിച്ചു കഴിഞ്ഞാല് അറബി ഭാഷ പഠിക്കും. അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഖുർആനൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ അർത്ഥമൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിയേക്കാം ലിസാനിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് ഒരു പത്രം ഉണ്ടല്ലേ, ഒരു പത്രം കാണുന്നുണ്ടല്ലേ. എന്താ അതിന്റെ ഹെഡിങ്? എന്താ? ടോപ്ലസ് കിട്ടിയ കുട്ടിയെ ഉസ്താദ് ആദരിച്ചു. വാവ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്, ഒരു നിമിഷം. ടോപ്ലസ് വാങ്ങിയ കുട്ടിയെ ഉസ്താദ് ആദരിച്ചു. അല്ല, ആരാ ആദരിച്ചത്? ഉസ്താദ് അല്ലേ? ഉസ്താദാണ് ആദരിച്ചത്. ആരെ ആദരിച്ചത്? കുട്ടിയെ ആദരിച്ചു അല്ലേ? ഉസ്താദ് എന്താ ചെയ്തത്? ആദരിക്കുക. ആദരിച്ചു. ടോപ്ലസ് വാങ്ങിയ കുട്ടിയെ ഉസ്താദ് ആദരിച്ചു അല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്, നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന ഒരു ന്യൂസ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നൂസ് ജ്വല്ലറി മോഷ്ടിക്കപ്പെട്ടു. അതാ നോക്കി, ഒരു ചിത്രത്തിൽ നോക്കി, അവിടെ ഒരു ജ്വല്ലറി, കുറേ സ്വർണ്ണങ്ങളൊക്കെ അവിടെ ബാക്കി വെച്ച് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യത്തിനുള്ള എടുത്ത് പോയിക്കാ തോന്നുന്നുണ്ട്. അപ്പൊ പൊന്നൂസ് ജ്വല്ലറി മോഷ്ടിക്കപ്പെട്ടു. മോഷ്ടിച്ച ആളാരാ? മോഷ്ടിച്ച ആളാരാ? അവിടെ കാണാനല്ലോ. പൊന്നൂസ് ജ്വല്ലറിയാണ് മോഷ്ടിക്കപ്പെട്ടത്. പക്ഷെ ഇതാരെയും മോഷ്ടിച്ചത് അതറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യം, ഈ ന്യൂസില് ആ ഒരു പ്രവൃത്തി ചെയ്ത ആളെ നമുക്കറിയാം അല്ലെ? അതേപോലെ തന്നെ ആരെ ചെയ്തത്, അതായത് ആദരിച്ച ഉസ്താദും ആദരവ് കിട്ടിയ കുട്ടി അവിടെ ഉണ്ട് അല്ലെ? പക്ഷെ ഈ ഒരു ഉദാഹരണത്തിലോ മോഷ്ടിച്ച ജ്വല്ലറി അവിടെ ഉണ്ട്, പക്ഷേ മോഷ്ടിച്ച ആൾ അവിടെ ഇല്ലല്ലോ. രണ്ടും വ്യത്യാസമല്ലേ? ഒരു സ്ഥലത്ത് പ്രവൃത്തി ചെയ്ത ആളുണ്ട്, ഈ സ്ഥലത്തോ പ്രവൃത്തി ചെയ്ത ആളില്ല. നമ്മൾ എന്തോ ഒരു കൺഫ്യൂഷൻ. നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിൽ ഇങ്ങനത്തെ ന്യൂസൊക്കെ കാണാറുണ്ട് അല്ലേ? നമുക്ക് നോക്കിയേക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കി, ഉമ്മ കുട്ടിയെ അടിച്ചു. നമുക്കൊക്കെ നല്ല തല്ലൊക്കെ കിട്ടാറുണ്ട് അല്ലേ? ഉമ്മ കുട്ടിയെ അടിച്ചു.
അപ്പൊ ഈ അടിച്ചു എന്നുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്തത് ആരാ? ഉമ്മ. ആർക്കാ അടി കിട്ടി? നമുക്കൊക്കെ കിട്ടാൻ തന്നെ. കുട്ടി അല്ലെ? കുട്ടിയെ അടിച്ചു. ഓക്കെ, നെക്സ്റ്റോ? കുട്ടി അടിക്കപ്പെട്ടു. അതെന്താ? ഇപ്പൊ ആരോ അവിടെ മിസ്സിംഗ് ഉണ്ടല്ലോ. ആരാ മിസ്സായത്? അവിടെ? ഉമ്മനെ കാണല്ല. പക്ഷെ നിങ്ങൾ നോക്കി, അടിച്ചു എന്നുള്ള ഈ ഒരു ഫീല് കണ്ടോ? അവിടെ ഉമ്മ മിസ്സായപ്പോ അടിക്കപ്പെട്ടു എന്നായി മാറി. കണ്ടോ? അവിടെ ഉമ്മട് പോയപ്പോ, അതായത് അടിച്ച ആൾ ആരാന്ന് അറിയാതായപ്പോ അടിക്കപ്പെട്ടു എന്നുള്ളതായി. നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. കള്ളൻ ജ്വല്ലറി മോഷ്ടിച്ചു. അപ്പൊ ഇനി ഇവിടെ നോക്കി, ജസ്റ്റ് നെക്സ്റ്റ് ഉദാഹരണം നോക്കി. ജ്വല്ലറി മോഷ്ടിക്കപ്പെട്ടു. എവിടെ പോയി? ജ്വല്ലറി മോഷ്ടിക്കപ്പെട്ടു. കള്ളൻ പോയപ്പോ ആ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിന്റെ സെന്റൻസ് ആണ് മാറി അല്ലെ? ഇപ്പോ ഇവിടെ നമുക്ക് ഇവിടെ 4 ഉദാഹരണങ്ങൾ ഞാൻ തന്നു. 4 ഉദാഹരണങ്ങളിലെ ഈ 4 ഉദാഹരണത്തിൽ ഫസ്റ്റത്തെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? അവിടെ ആ പ്രവൃത്തി ചെയ്ത ആൾ അവിടെ ഉണ്ട്. സെക്കൻഡത്തെ ആ പ്രവൃത്തി ചെയ്ത ആൾ അവിടെ ഇല്ല. മൂന്നാമത്തതോ? പ്രവൃത്തി ചെയ്ത ആൾ അവിടെ ഉണ്ട്, മോഷ്ടിച്ച ആൾ അവിടെ ഉണ്ട്. നാലാമത്തതോ? പ്രവൃത്തി ചെയ്ത ആൾ അവിടെ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഫിഅലുകൾ 2 തരത്തിലുണ്ട്. അതായത് ഓരോ പ്രവൃത്തികളും 2 തരത്തിലുണ്ട്. എന്ത്? ഫായിലിനെ അറിയുന്നതും, അതായത് ഫായിൽ പറഞ്ഞാൽ അറിയോ? പ്രവൃത്തി ചെയ്ത ആളെ അറിയണതുണ്ട്, അറിയാത്തതുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ, പ്രവൃത്തി ചെയ്ത ആളെ അറിയുന്ന 2 ഫീലിനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതൊക്കെ നമ്പർ തെരഞ്ഞെടുക്കും? 1ഉം 3ഉം. യെസ്, കാരണം പ്രവൃത്തി ചെയ്ത ആള് ഉമ്മയും കള്ളനും അവിടെ ഉണ്ട് അല്ലേ? പ്രവൃത്തി ചെയ്ത് ആരാണെന്ന് അറിയാത്ത 2 ഫീല് തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ തെരഞ്ഞെടുക്കും? 2ഉം 4ഉം അല്ലേ? കാരണം അവിടെ പ്രവൃത്തി ചെയ്ത ആൾ അറിയില്ല, സ്വാഭാവികം. ഓക്കെ, നമുക്ക് തന്നെ അങ്ങനെ കുറച്ച് പഠിച്ചു നോക്കാം. ഉമ്മ കുട്ടിയെ അടിച്ചു. ഇപ്പൊ മലയാളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ലിസാനിക്ക് വരണ്ടേ? നമ്മൾ അറബി നമുക്ക് നോക്കിയേക്കാം. ഈ ഉമ്മ കുട്ടിയെ അടിച്ചു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അറബിയിലാക്കി നോക്കിയേക്കാം. നോക്കി, ലൊറബ അടിച്ചു. അൽ ഉമ്മു ഉമ്മ അടിച്ചു. അൽ വലദ ഉമ്മ കുട്ടിയെ അടിച്ചു. ഓക്കെ അല്ലേ? നോക്കി, ഇവിടെ ഫേൽ ഏതാ വരിക? ലൊറബ അല്ലെ? ഫേല് ലൊറബ, ആ പ്രവൃത്തി ലൊറബ എന്നല്ലേ? ഫായിൽ ആരാ? അൽ ഉമ്മു. ഓക്കെ, മഫ്ഊലു ബിഹി, അതായത് അടി കിട്ടിയ ആളാരാ? അൽ വലദു അല്ലെ? അൽ വലദ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തത് ഫേല്, പിന്നെ ഫായില്, പിന്നെ മഫ്ഊലും ബിഹി അല്ലെ? വലത്, കുട്ടി. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്ത് നോക്കണ്ടേ? നോക്കി, ഫേല് ലൊറബ, ഫായില് അൽ ഉമ്മു, മഫ്ഊൽ ബിഹി അൽ വലദു. ഓക്കെ, ഇവിടെ നമുക്ക് ഫായിലിനെ അറിയില്ലേ? നമ്മൾ ഫായിലിനെ അറിയില്ലേ? അതായത് പ്രവൃത്തി ചെയ്ത ആളാരാ നമ്മുടെ കിട്ടുന്നുണ്ടോ? ആരാ? പറ. യെസ്, വെരി ഗുഡ്. ഉമ്മയാണ് അല്ലെ? അടിച്ച ആൾ ഉമ്മയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ടേം പഠിച്ചാലോ? മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തിയിൽ ആ പ്രവൃത്തി ചെയ്ത ആൾ അറിയുന്നുണ്ടോ? അതിനെ മഅറൂഫ് എന്ന് പറയും. മഅറൂഫ് ട്ടോ. നമുക്ക് ജസ്റ്റ് വേറൊന്ന് പഠിക്കാം. ഇത് നോക്കി, ഇവിടെ ലുരിബൽ വലതു എന്നുണ്ട് അല്ലെ? ലുരിബൽ വലതു. അതില് ഫീൽ ഏതാ? ലുരിബ. ഫേല് ലുരിബ. അപ്പൊ ആരോ അവിടെ പോയിക്കണല്ലോ. നേരത്തെ ഉള്ള ഉദാഹരണത്തില് ഒരാൾ ഇവിടെ മിസ്സിംഗ് ഉണ്ട്. ആരാ അത്? ഉമ്മ. ഉസ്താദ്, ഉമ്മനെ കാണാനില്ലല്ലോ ഇവിടെ. ഉമ്മ എവിടെ പോയി? ഉമ്മ അടിച്ച ആളാരാന്ന് അറിയില്ല. മറ്റേ ഉദാഹരണത്തിലായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നത്. ഈ ഉദാഹരണത്തില് ആരടിച്ചെന്ന് നോ ഐഡിയ. സോ എന്താണ് ഇവിടെ? ഉമ്മയെ കളയപ്പെട്ടു അല്ലെ? നോക്കി, അപ്പോ പിന്നെ എന്തുണ്ട് അവിടെ? ആര് മാത്രമേ ബാക്കിയുള്ളൂ? വലത്. നേരത്തെ വലത് എന്നുള്ളത് മഫ്ഊലു ബിഹി ആയിട്ടല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? ഇപ്പോഴോ നായിബ് ഫായില്. അതെന്താ നായിബ് ഫായില്? നമുക്ക് നോക്കിയേക്കാം. നമ്മൾ രണ്ടാമത്തെ ഒരു ടേമാണ് മജ്ഹൂല് ട്ടോ. ഏതാണ്? ഉമ്മ, ആ പ്രവൃത്തി ചെയ്ത ആള് ആരാണ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ മജ്ഹൂൽ എന്ന് പറയും. ഇപ്പൊ നമ്മൾ 2 എണ്ണം പഠിച്ചു. ഏതൊക്കെ? പ്രവൃത്തി ചെയ്ത ആളെ അറിയുന്നെങ്കിൽ അതിനെ മഅറൂഫ് എന്ന് പറയും. പ്രവൃത്തി ചെയ്ത ആളെ അറിയില്ലെങ്കിൽ അതിനെ മജ്ഹൂൽ എന്ന് പറയും. മഅറൂഫ്, മജ്ഹൂല്.
മഅറൂഫ് മജ്ഹൂല്. അപ്പൊ ഫെയിലുകൾ രണ്ടിനം ഏതൊക്കെയാണ്? മഅറൂഫ് മജ്ഹൂല്, മഅറൂഫ് മജ്ഹൂല്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചുതരാം. ജസ്റ്റ് ശ്രദ്ധിച്ചോളിട്ടോ. നമുക്കൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെന്റൻസിനെ എങ്ങനെ മജ്ഹൂലാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും എടുത്തോളൂ, ഒരു നോട്ട്ബുക്കും പേനൊക്കെ എടുത്ത് വെച്ചോളിട്ടോ. എന്നാലും നമുക്കിത് എഴുതി പ്രാക്ടീസ് ചെയ്യാം. എഴുതി പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് നല്ല ഉഷാറായിട്ട് കിട്ടും. എന്നാൽ നമുക്ക് നോക്കിയേക്കാം. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ എഴുതാം, നോക്കിക്കോളി. ലൊറബ അൽ ഉമ്മു അൽ വലദ. ലൊറബൽ ഉമ്മു അൽ വലദ അല്ലെ. ഇതിനെ നമുക്ക് ഈ സെന്റൻസിനെ എങ്ങനെ മജ്ഹൂലാക്കാം എന്നുള്ളതാണ് പഠിക്കുക. ഓക്കെ, നോക്കി. ലൊറബ എന്നുള്ളത് മാലിയായ ഫെയിൽ അല്ലേ. ലൊറബനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മജ്ഹൂലാക്കാം. അതാ ലൊറബ എന്നുള്ളത് എടുക്കുക. മാലിയായ ഫെയിൽ ആട്ടോ, ഇത് മാലിയാണ്. ഇതാ ഞാൻ ഇവിടെ എഴുതാ, പ്രത്യേകിച്ച് എഴുതാ, മാലിയായ ഫെയിലാണ്. ഇതിനെ തുടക്കത്തിലെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കുക. തുടക്കത്തിൽ ലൊമ്മ് കൊടുക്കുക. അവസാനത്തിന്റെ മുമ്പുള്ള കെസ്റ് കൊടുക്കുക. ഈ ഫത്ത് ഒഴിവാക്കിയിട്ടേ ഇപ്പൊ എന്തായി മാറി? ദാ തുടക്കത്തിന് ലൊമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റ് കൊടുക്കുക. ഈ റാഇന് കെസ്റും കൊടുക്കുക. ഇപ്പൊ എന്താ വായിക്കുക? ലുരിബ. ലുരിബ എന്ന് പറയാം, അടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമായി ലുരിബ. അപ്പൊ ലൊറബനെ എങ്ങനെ മജ്ഹൂലാക്കുക? ലുരിബ. എഴുതി ഞാൻ കാണിച്ചുതരാം, കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചുതരാം. ദാ ഫതഹ, നസറ, കതബ. ഇതിനൊക്കെ നിങ്ങൾ മജ്ഹൂലാക്കി കാണി. ഫതഹ എങ്ങനെ? തുടക്കത്തിലേന് എന്ത് ചെയ്യുക? ലൊമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ് കൊടുക്കുക. ഫുത്തിഹ അല്ലെ, വെരി ഗുഡ്. നസറ എന്നുള്ളതിനെയോ? നസറ എന്നുള്ളതിനെ എങ്ങനെ ചെയ്യുക? തുടക്കത്തിന് ലൊമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് ചെയ്യുക? കെസ്റ് കൊടുക്കുക കേട്ടോ, കെസ്റ് കൊടുക്കുക. നുസിറ, വെരി ഗുഡ്. കതബ എന്നുള്ളതോ? തുടക്കത്തില് ലൊമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റ് കൊടുക്കുക. കുത്തിബ. ഇത്ര പരിപാടിയുള്ളൂ. നിങ്ങൾ ഇനി ഇഷ്ടമുള്ള ഉദാഹരണങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ഉദാഹരണം എന്തായിരുന്നു? ലൊറബൽ ഉമ്മു അൽ വലദ അല്ലെ. ഇതിനെ നമ്മൾ മജ്ഹൂൽ എങ്ങനെ ആക്കുക, സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? നോക്കിട്ടോ, ലൊറബൽ ഉമ്മു അൽ വലദ എന്നുള്ളതിന് ലൊറബ എന്നുള്ളതിന് എങ്ങനെ മജ്ഹൂലാക്കുക? മാലിയ ഫീൽ അല്ലേ. അപ്പോ ഇതാ ലുരീബ അല്ലെ. ഇനി നമുക്ക് ഇവിടെ മജ്ഹൂലാവുമ്പോ ആരെ കളയും നമ്മൾ പറഞ്ഞേ? ആരെ കളയാ? അടിച്ച ആളാരാ? ഉമ്മ. അപ്പൊ നമുക്ക് ഉമ്മാനെ ഇവിടെ കളയാം. പാവമ്മ അല്ലെ, പാവമ്മ. ഓക്കെ, ലുരീബ. എന്നിട്ടോ ബാക്കിയുള്ളതോ? ഉമ്മാനെ കളഞ്ഞതിനെ ഇവിടെ ബാക്കി ആരാ ഉള്ളത്? അൽ വലദു, അൽ വല. ലാസ്റ്റത്തെ ഹർക്കത്ത് ഇടാൻ വരട്ടെ. നിങ്ങൾക്ക് വിഷമല്ലേ ചങ്ങായിമാരെ ഉമ്മാനെ അവിടെ നിന്ന് വെട്ടിക്കളയാന്? പാവം നമ്മളെ അമ്മച്ചല്ലേ, വെട്ടിക്കളയാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഉമ്മാന്റെ പകരക്കാരനായിട്ട് നമുക്ക് ആ ഉമ്മാന്റെ ലാസ്റ്റത്തെ അക്ഷരത്തിനുള്ള ഈ ലൊമ്മുണ്ടല്ലേ, ആ ലൊമ്മെടുത്ത് നമുക്ക് ഈ വലതിനാണ് കൊടുത്താലോ? കൊടുക്കല്ലേ? എന്നാ കൊടുക്കാട്ടോ. ഈ ഉമ്മ എന്നുള്ളതിന്റെ ലൊമ്മിനെടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതിനെന്താ പേര് പറയാ? മഫ്ഊലും ബിഹി എന്നല്ല കേട്ടോ, ഫായിലില്ലേ. ആര്? ഉമ്മ. ഉമ്മാന്റെ പകരം വന്ന ആളാണ്. അപ്പൊ ആ ലൊമ്മ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കൂടെ ഇത് ഉമ്മാന്റെ പകരാണെന്ന്? അപ്പൊ അതാണ് ലൊരിബൽ വലതു, ലൊരിബൽ വലതു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കി മാറ്റാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ ഇതാണ് ഒന്നും കൂടി ചോദിക്കാണ്. കതബ എന്നുള്ളതിന്റെ ഫീൽ എങ്ങനെയാണ് നമുക്ക് മജ്ഹൂലാക്കുക? ഫസ്റ്റ് അക്ഷരത്തിന്റെ ലൊമ്മ്, അവസാനത്തിന്റെ മുമ്പുള്ളതിന് കെസ്റ്. അവസാനത്തിന്റെ മുമ്പുള്ളതിന് കെസ്റ് തന്നെ പറയണം കേട്ടോ, രണ്ടാമത്തെ അക്ഷരത്തിന് പറയരുത്. അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്റ് തന്നെ പറയണം. ഫസ്റ്റ് അക്ഷരത്തിന്റെ ലൊമ്മ്, അവസാനത്തിന്റെ മുമ്പുള്ളതിന് കെസ്റ്. ഓക്കെ, ഇത് മാലിയ. അപ്പൊ എങ്ങനെ മുലാരി ചെയ്യുക? മുലാരി എങ്ങനെ ചെയ്യും നമുക്ക് നോക്കിയേക്കാം. മുലാരി ഫീലിനൊരു ഉദാഹരണം പറഞ്ഞാണ്. യെസ്, ഞാനൊന്ന് എഴുതാം. യഫ്അലു. സിമ്പിൾ ആട്ടോ, ഒരു പേടിയും പഠിച്ചണ്ട. നമ്മൾ സാധാ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് അക്ഷരത്തിന്, അതായത് മുലാറാത്തിന്റെ അക്ഷരത്തിന് ഫസ്റ്റ് അക്ഷരം ഏതാ? യാ. അതിന് ലൊമ്മ് കണ്ടോ? അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹ്. അത്ര വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് അക്ഷരത്തിന്, മുലാറാത്തിന്റെ അക്ഷരത്തിന് ലൊമ്മ്, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹ്. യുഫ്അലു. അപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണം തരാം, ചെയ്ത് നോക്കി. യൻസുറു. ഇതെങ്ങനെ വായിക്കാം? ദാ യൻസുറു എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? യുൻസറു. തുടക്കത്തിന് ലൊമ്മ്, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹ്. ഇനി യക്തുബു.
യക്തുബു. എങ്ങനെ വായിക്ക? തുടക്കത്തിലതിന് ലൊമ്മ്, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത്ഹ്. യുക്തബു. കണ്ടോ, എത്ര പരിപാടിയുള്ളൂ. പിന്നെ നമ്മൾ ആരെ കളയേണ്ടി വരും? ഫായിലിനെ കളയേണ്ടി വരും. ഫായിലിന്റെ ലൊമ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മഫൂലിന് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തായി? മജ്ഹൂലായി. അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള രണ്ട് കാര്യം എന്താ? ഫീലുകൾ രണ്ടിനാണ്. മഅറൂഫ് ഉണ്ട്, മജ്ഹൂൽ ഉണ്ട്. മഅറൂഫ് പറഞ്ഞാൽ ഫായിലിനെ അറിയുന്നത്, മജ്ഹൂൽ പറഞ്ഞാൽ ഫായിലിനെ അറിയാത്തത്. ഓക്കെ, സോ ഞാനൊരു ഉദാഹരണം തരാം. ആ ഉദാഹരണങ്ങൾ ചെയ്യോ? ചെയ്യണേ. ദാ ഖറഅൽ വലദു അൽ ഖുർആന. ഖറഅൽ വലദു അൽ ഖുർആന. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കി, പെട്ടെന്ന്. എന്ത് ചെയ്യാം? മജ്ഹൂലാക്കുക. പിന്നെ ഇതിനർത്ഥം പറഞ്ഞോ, പറഞ്ഞ വായിച്ചു കേട്ടോ. അൽ വലദു പറഞ്ഞ കുട്ടി വായിച്ചു. അൽ ഖുർആൻ പറഞ്ഞ ഖുർആൻ വായിച്ചു. ഓക്കെ, അപ്പോ വേഗം ചെയ്ത് നോക്കി. എന്താ ഉത്തരം കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഉത്തരം കിട്ടിയത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ശരിയാണോ എന്ന് നോക്കാലോ. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെയ്യാ? എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? മജ്ഹൂലാക്കാം. മജ്ഹൂലാക്കുമ്പോ എന്താ വായിക്കുക? അല്ലെ, പിന്നെ വലത് എന്നുള്ളതിനെ ഫായിലിനെ നമ്മൾ ഇവിടെ കളയും അല്ലെ. പിന്നെ ബാക്കിയുള്ളത് അൽ ഖുർആനാണ്. പക്ഷേ മജ്ഹൂലിനെ അങ്ങനെ ഫായിലിനെ അങ്ങനെ കളയാൻ പറ്റുമോ? ഇല്ല. ആ ലൊമ്പെടുത്തിട്ട് നമ്മൾ ഈ ഖുർആന് കൊടുക്കണം. അപ്പൊ ഖുർആൻ വായിക്കപ്പെട്ടു. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെട്ടു, ഖർആൻ വായിച്ചു. കണ്ടോ, മജ്ഹൂലാകുമ്പോ അർത്ഥം മാറുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത പരിപാടി കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. കൈഫ യുജ്അലുൽ ഫിഅലുൽ മഅറൂഫ് മജ്ഹൂലൻ. ഒരു മഅറൂഫായ, അതായത് ഫായിലിന് അറിയപ്പെടുന്ന ഒരു ഫീലിനെ എങ്ങനെ മജ്ഹൂലാക്കി മാറ്റാം? നോക്കി, ലുമ്മ ഫാഉൽ ഫീലി. ഫാഉൽ ഫീൽ പറഞ്ഞാൽ ഏതാ? ഫസ്റ്റത്തെ അക്ഷരേ. ഫഅല എന്നുള്ളത് ഫാ അല്ലേ, അതാണ്. കതബ എന്നുള്ളത് ഫാഉൽ ഫീൽ ഏതാ? ഫസ്റ്റത്തെ അക്ഷരം. അതായത് ഫസ്റ്റത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യുക? ലൊമ്മ് ചെയ്യുക. വക്സർ മാ ഖബലൽ ആഖിരി ഫിൽ മാളി. അവസാനത്തിന് മുമ്പിൽ കസ്ർ കൊടുക്കുക. ഇനി നോക്കി, ഉദാഹരണം ഫഅല എന്നുള്ളത് ഫൊയിലാന്നായി, കത്തല എന്നുള്ളത് കുത്തിലാന്നായി, ഷെരിബ എന്നുള്ളത് ഷുരിബാന്നായി. അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. ഇനി വഫിൽ മുലാരിയിലോ ഉളുമും ഹർഫൽ മുലാറാത്തി. മുലാറാത്തിന്റെ അക്ഷരത്തിന് ലൊമ്മ് ചെയ്യുക. ഇതാണ് നോക്കി, യഫ്തഹു എന്നുള്ളതാണെങ്കിൽ യുഫ്തഹു. കണ്ടോ, ഇവിടെ ലൊമ്മ് ചെയ്തു. പിന്നെ വഫ്തഹ് മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹ് ചെയ്യുക. പിന്നെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. ഇത് മസ്റ്റാണ്. ഈ പാഠത്തിൽ നിന്ന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. പാഠം നമുക്കൊന്ന് അർത്ഥം വെക്കാം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? അതിനെ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്, സൃഷ്ടിക്കപ്പെട്ടത്. ഖുലിഖത്, സൃഷ്ടിക്കപ്പെട്ടു. കണ്ടോ. വഇല സമായി, ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? കൈഫ റുഫിയത്, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. വഇലൽ ജിബാലി, പർവ്വതത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? കൈഫ നുസിബത്ത്, എങ്ങനെയാണ് അതിനെ നാട്ടപ്പെട്ടിട്ടുള്ളത്. വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ? കൈഫ സുതിഹത്, അതിനെ എങ്ങനെയാണ് പരത്തപ്പെട്ടത് എന്നുള്ളത് അവർ നോക്കുന്നില്ലേ? കണ്ടോ, ഇവിടൊക്കെ നോക്കി, ഹുലിക്കത്ത്, റുഫിയാത്ത്, നുസിബത്ത്, സുതിഹത്ത്. ഇവിടെ പരത്തിയത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹു എങ്ങനെ പരത്തിയത് എന്ന് പറയണമായിരുന്നു. കാരണം പരത്തിയ ആളാരാ? അള്ളാഹു ആണ്. അള്ളാഹുവിനെ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഫായിൽ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ സുതിയത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. റുഫിയത്ത്, ഹുലിക്കത്ത്, നുസിബത്ത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കിയേക്കാം. വഹാദിൽ അഫാലു ലം യുദ്കർ മഅഹ ഫായിൽ. ഇവിടെ ഉള്ള ഫീലിന്റെ ഒപ്പം ഒന്നും ആരെ പറഞ്ഞിട്ടില്ല? ഫായിലിനെ പറഞ്ഞിട്ടേ ഇല്ല. സോ അൽ ഫിഅലു നൗആനി, ഫീൽ രണ്ടിനാണ്, മഅറൂഫ് മജ്ഹൂൽ. എന്താ മഅറൂഫ് പറഞ്ഞാ? ഫായിലിനെ അറിയുന്നത്. മജ്ഹൂൽ പറഞ്ഞാലോ ഫായിലിനെ അറിയാത്തത്. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാം. ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലു യുസമ്മ മഅറൂഫൻ. നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ളതാണ്, കാണാതെ പഠിക്കണം കേട്ടോ. എന്താണ് ഇദാ ദുക്കിറ മഅൽ ഫീലി? ഒരു ഫീല്, ഒരു പ്രവൃത്തിന്റെ ഒപ്പം അതിന്റെ ഫായിലിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മഅറൂഫ് എന്ന് പറയും. വ ഇല്ലം യുദ്കർ മഅൽ ഫീലി ഫായിലു യുസമ്മ മജ്ഹൂലൻ. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. വ ഇല്ലം യുദ്കർ മഅൽ ഫീലി ഫായിലു, ഒരു ഫീലിന്റെ ഒപ്പം ഫായിലിനെ പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് എന്ത് പറയും? മജ്ഹൂൽ എന്ന് പറയും. അപ്പൊ മഅറൂഫ് എന്താ, മജ്ഹൂൽ എന്താ? അവിടെ അല്ലേ. ഇത് ഇമ്പോർട്ടന്റ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അത് നേരെ നോക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി നായിബ് ഫായിൽ എന്താന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നായിബ് ഫായിൽ എന്താ? വഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ
ഒരു ഫേല് മജ്ഹൂലായി, അതായത് ഫായിലിന് അറിയപ്പെടാത്തതായി മാറിക്കഴിഞ്ഞാൽ യുക്കാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫായിലി. മഫ്ഊലുൻ ബിഹി എന്ത് ചെയ്യും? ഫായിലിന്റെ പകരം നിൽക്കും. അതിനാണ് നമുക്ക് നായിബ് ഫായിൽ എന്ന് പറയാ. മഫ്ഊലുൻ ബിഹി പകരക്കാരനാവേ, ആരുടെ? ഫായിലിന്റെ പകരക്കാരനാവും. അപ്പോ ഫായിലിന്റെ പകരക്കാരൻ നായിബ് ഫായിൽ. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോ കണ്ടോ, യുഖാലു ലഹു നായിബ് ഫായിൽ, അതിന് നായിബ് ഫായിൽ എന്ന് പറയപ്പെടും. വേറെ കാര്യം, വഹുവ മർഫൂൻ കൽ ഫായിലി. മഫ്ഊല വിചാരിച്ചിട്ട് അതിന്റെ ലൊമ്മിടാൻ നിൽക്കരുതേ, ഫായിലിന്റെ ലൊമ്മാണ് ഫത്ത് ഇടാൻ നിൽക്കരുതേ. ഫായിലിന്റെ ലൊമ്മ കൊടുത്തിട്ടാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. അല്ല, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. നാമൽ വലതു, കുട്ടി ഉറങ്ങി. കുട്ടി ഉറങ്ങി അല്ല, നാമ ഉറങ്ങി, അൽ വലതു കുട്ടി ഉറങ്ങി. ഇതിലെവിടെ ഇപ്പോ മഫ്ഊൽ എവിടെ? അപ്പൊ ഇനി നാമനൊക്കെ നമ്മൾ മജ്ഹൂലാക്കുകയാണെങ്കിലോ? ഈ വേറൊരു ഉദാഹരണം, ദഹബ അബു, ഉപ്പ പോയി. ഉപ്പ പോയി, മഫ്ഊലും ബിഹി ഇല്ല. അപ്പൊ ദഹബനെ മജ്ഹൂലാക്കി കഴിഞ്ഞാൽ ഫായിലിനെ കളയും വേണ്ടേ? ഫായിലിനെ കളഞ്ഞു കഴിഞ്ഞാൽ വെറും ദുഹിബാന്നോ? എന്ത് ദുഹിബ? ഒരു ഐഡിയ ഇല്ലല്ലോ. ഇങ്ങനെ മഫ്ഊലും ബിഹി ഇല്ലാത്ത കുറെ ഫീലുകൾ ഉണ്ട്. അവിടെ എന്താ നമ്മൾ ചെയ്യുക? ഒരു ഡൗട്ട് അല്ലേ? അവിടെ നമ്മൾ ഈ ഫായിലിനെ കളയൂല. അവിടെ ഈ ഫായിലിനെ നമ്മൾ കളയും കേട്ടോ. ദുഹിബൽ അബു, അങ്ങനെ ഈ ഫായിലിനെ നമ്മൾ അവിടെ കളയാതെയാണ് പറയാ. പിന്നെ അടുത്തത് ഈ ബൈത്താണുള്ളത്. ബൈത്ത് നിർബന്ധമായിട്ട് പഠിക്കണം. മേ ബി അതെന്താണ്, പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉള്ളതാണ്. നമുക്കിനി ഇതിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഹുലിക്കൽ ഇൻസാനു ലഈഫ. ഇതാ ഈ ഒരു ഉദാഹരണം നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ ചോദിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ഹുലിക്കൽ ഇൻസാനു ലഈഫ. കണ്ടോ, ഹുലിക്ക സൃഷ്ടിക്കപ്പെട്ടു. കണ്ടോ, ഇൻസാനു എന്തായി? മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. ശരിക്കും മനുഷ്യനെ അള്ളാഹുല്ലേ സൃഷ്ടിച്ചത്, പക്ഷെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫായിലിനെ കളഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു? ആ ലൊമ്മിനെ അവിടെ കൊടുത്തു. വബുസ്സത്തിൽ ജിബാലു ബസ്സ. എന്താണ്? പർവ്വതങ്ങളെ എന്താണ്? പൊടിയാക്കപ്പെട്ടു. ബുസ്സ. കണ്ടോ, ബുസ്സത്തിൽ ജിബാലു. ശരിക്കും ഇപ്പൊ പൊടിച്ചതാരാ? ഖിയാമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊടിക്കാണല്ലോ ചെയ്യുക. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലൊമ്മി എന്താ ഫായിലിനെ അവിടെ കളയപ്പെട്ടു. അങ്ങനെ അത് കൊടുത്തു. വഫുതിഹത്തി സമാഉ. ആകാശത്തെ തുറക്കപ്പെട്ടു. ആകാശം തുറക്കപ്പെട്ടു. ആകാശത്തെ തുറക്കപ്പെട്ടു. ഇവിടെ ആകാശത്തെ തുറന്നാരാ? അള്ളാഹു ആണ്. അപ്പൊ ഇവിടെ എന്താണ്? അള്ളാഹുവിനെ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ ഖുർആനിലെ ചില ഉദാഹരണങ്ങളാണിത്. നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു നോക്കട്ടോ. ഖറഅ അബി ഖുർആനൻ. എന്റെ പിതാവ് ഖുർആൻ ഓതി. ഫറലല്ലാഹു സൗമ. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി. യഹുജ്ജുൻ നാസു ബൈത്തല്ലാഹ്. ജനങ്ങൾ അള്ളാഹുവിന്റെ ബൈത്ത് കഅബയെ ഹജ്ജ് ചെയ്യും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? വിട്ടുതരികയാണ്. എന്തിന്? വർക്കായിട്ട്. വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്തിട്ട് എന്താ ഇട്ടിട്ട്? അപ്പൊ ഉസ്താദ് എങ്ങനെ വാല്യുവേഷൻ ചെയ്യാം? കമന്റിൽ നിങ്ങൾ എഴുതി, കമന്റിലാക്കി നോക്കിയേക്കാം നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ഇൻഷാ അല്ലാഹ് എന്താ എഴുതി വെച്ച് ശരിയായവർക്ക് ഞാൻ എന്താ ലൈക്ക് തരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ മറക്കാതെ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് എന്താണ് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്തൊക്കെ ഉസ്താദേ കഴിഞ്ഞ വർഷം ഈ പാഠത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിക്കണേ? നോക്കണ്ടേ? നോക്കാം. ഫുരില നിർബന്ധമാക്കപ്പെട്ടു. സൗമു എന്ന് ഇവിടെ ഉണ്ട്, സൗമ എന്നുണ്ട്. നമ്മൾ ഏത് കൊടുക്കും? അള്ളാഹു ആണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഇവിടെ നമ്മൾ ഏത് ഉദാഹരണം കൊടുക്കും? സൗമാന്ന് പറ്റുമോ? സൗമാന്ന് പറ്റുമോ? ഇല്ല. കാരണം മജ്ഹൂല് നായിബ് ഫായിൽ റഫ് അല്ല ഉസ്താദേ, ലൊമ്മല്ലേ? യെസ്, വെരി ഗുഡ്. അസൗമു എന്ന് കൊടുക്കണം. വെരി ഗുഡ്. ഇനി അടുത്തത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇദാ ലം യുദ്കർ മഅൽ ഫീലി ഫായിലുഹു. ഒരു ഫായിലിന്റെ ഒപ്പം എന്താണ്? ഫീലിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഒരു ഫായിലിന്റെ ഒപ്പം ഒരു ഫീലിന്റെ ഒപ്പം ഫായിലിനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയെങ്കിൽ എന്താ പറയാ? മജ്ഹൂല് അല്ലെ? പറഞ്ഞിക്കണെങ്കിൽ മാറൂഫ് എന്ന് പറയും, പറഞ്ഞിട്ടില്ലെങ്കിൽ മജ്ഹൂല് എന്ന് പറയും. വ ഇലസ്സമായി. അപ്പൊ ഖുർആൻ ആയത്തുകൾ കാണാതെ പഠിക്കണം. വ ഇലസ്സമായി കൈഫ റുഫിയാത്ത്. എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? കൈഫ റുഫിയാത്ത്, എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? അവൻ അടുത്ത ഉദാഹരണം എന്താ നോക്കുക? അൽ മഅറൂഫു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ ദുക്കിറ മഅൽ ഫിഇലി ഫായിലുഹു യുസമ്മ മഅറൂഫൻ. ഇദാ ദുക്കിറ മഅൽ ഫിഇലി, ഫിഇലിന്റെ ഒപ്പം പറഞ്ഞാൽ ഫായിലുഹു, അതിന്റെ ഫായിലിനെ പറഞ്ഞാൽ യുസമ്മ മഅറൂഫ്, അതിനെ മഅറൂഫ് എന്ന് പറയും. സിമ്പിൾ. ഓക്കെ. പിന്നെ എന്താണ്, നമ്മൾ അറബി മലയാളത്തിൽ പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ അത് പഠിക്കലാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ. അടുത്തത് നമുക്ക് നുക്കമ്മിൽ ബിൽ മുനാസബി എന്നാണ്, യോജിച്ചത് ചേർക്കാം. നമുക്ക് അവിടെയുള്ള ചോദ്യം എന്താ? ഇദാ ദുക്കിറ മഅൽ ഫീലി ഫായിലു യുസമ്മ. മഅറൂഫ്
ഇതിപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമല്ലേ, മാറൂഫ് എന്താ പറഞ്ഞാൽ എന്താ, ഇതാ ദുഃഖർ മാൽ ഫീലി ഫായിലു ഇസമ്മ മാറൂഫൻ അല്ലേ. അത് നേരെ ക്വസ്റ്റ്യൻ അവിടെ ഉത്തരം നേരത്തെ പഠിച്ച ഉത്തരം നേരെ ഇവിടെ ചോദ്യമാക്കി കൊടുത്തു, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താൻ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്തരം അറിയാലോ, മാറൂഫ് അല്ലേ. അപ്പൊ വേറൊരു കാര്യം, നിങ്ങൾ അറബി മലയാളം അത് നിർബന്ധമായിട്ടും പഠിച്ചേക്കണം കേട്ടോ. ഇനി അറബി പഠിച്ചാൽ കഴിഞ്ഞില്ലെങ്കിലും, പക്ഷെ അറബി പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. മലയാളം ആകുമ്പോൾ എന്നാലും പഠിക്കാം, രണ്ട് പഠിച്ചാലും ഓക്കെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ ദുഃഖറ മഅൽ ഫീലി ഫാഇലുഹു യുസമ്മ മഅറൂഫൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോ അലാമാത്ത് സ്വഹിഹ് ശരീഡ മാലി മജ്ഹൂല്. ഏതാ മാലി മജ്ഹൂല്? നമുക്ക് നോക്കിയേക്കാം. യസ്മഉ അത് മുലാരി അല്ലേ ഉസ്താദേ, അപ്പൊ അത് പറ്റൂലല്ലോ. ഇല്ല, പറ്റൂല, മുലാരിയാണ്. കുത്തില മാലിയൊക്കെ തന്നെയാണ്, പിന്നെ തുടക്കത്തിൽ ലൊമ്മുണ്ട്, അവസാനത്തിന് മുമ്പിൽ കെസറുണ്ട്. ഇതല്ലേ നമ്മൾ മജ്ഹൂൽ എന്ന് പഠിച്ചത്. അപ്പൊ ഓക്കെ, മജ്ഹൂൽ, യെസ്, വെരി ഗുഡ്. ഇനി അടുത്തത് ലൊറബ. ലൊറബ അത് മാലിയൊക്കെ തന്നെ, പക്ഷെ അത് മഅറൂഫ് അല്ലേ, അപ്പൊ അത് പറ്റൂല, യെസ്. അപ്പോ നമ്മുടെ ഉത്തരം കുത്തില എന്നുള്ളതാണ്. വെരി ഗുഡ്. ഇനി തർജിം ചെയ്യാനാണ്. ഹുലിക്കൽ ഇൻസാനു ലൊയ്ഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ അതിന്റെ അർത്ഥം. വേറൊരു കാര്യം അറിയോ, ഈ ചോദ്യം വളരെ റിപ്പീറ്റ് ആണ്. ഞാൻ നിങ്ങളോട് അപ്ലൈ പറഞ്ഞില്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന്. തദ്രീബാത്തിലുള്ള ക്വസ്റ്റ്യൻസ് നല്ല ഉഷാറായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ അതിന്റെ അർത്ഥസഹിതം പഠിക്കണേ. അർത്ഥങ്ങൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചടി അയക്കാം. അതുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നേരിടാൻ മനക്കരുത്തോടെ നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. അപ്പോൾ അർത്ഥങ്ങളെല്ലാം ഉഷാറായിട്ട് പഠിക്കണേ. പിന്നെ അടുത്തത് കമ്മിൽ ഫറാ, യോജിച്ചത് ചേർക്കുക. ഹുലിക്ക ഡേഷ് ലൊയ്ഫ, ഹുലിക്ക ഡേഷ് ലൊയ്ഫ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേക്കാം, ഇവിടെ യോജിച്ചത് അതാ അൽ ഇൻസാനു. കണ്ടോ, 2025 ചോദിച്ച ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും നോക്കുക. ഏകദേശം ഇത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ജസാക്കല്ലാഹു ഖൈറ. ഇനി ലിസാന് നമുക്കൊരു പൊളിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സീരീസിന്റെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാനൊന്നും പറയുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സീരീസ് ഒക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, പഠിക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ ഒറ്റക്ക് പഠിച്ചാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ കൂട്ടുകാരും വിജയിക്കട്ടെ, അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുക. എടാ ലിസാന്റെ ഒരു പുതിയ ക്ലാസ് ഒക്കെ വന്നിട്ടുണ്ട്, അവർക്ക് വിട്ടെടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് ഈ പാഠമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസുകൾ തന്നല്ലോ, ആ ആക്ടിവിറ്റീസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ട് ഒന്ന് ഇടുക. ഓക്കെ, ഞാനൊന്ന് നോക്കിയേക്കട്ടെ എന്താണ് നിങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പൊ പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ലിസാന് നമ്മൾ ഒരു അടിപൊളി ആക്കണം. ലിസാനിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ടോപ്ലെസ് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അത് നമുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മാക്സിമം സപ്പോർട്ട് ഞാൻ തരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഉഷാറാക്കിയിട്ട് ഇതിന്റെ കൂടെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസാനിൽ മാർക്ക് മേടിക്കാനുള്ള എല്ലാ മെത്തേഡ്സും ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഉഷാറായിട്ട് തന്നെ നമ്മുടെ ഈ സീരീസ് മുന്നോട്ട് പോവാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോക്ക്, അടുത്തൊരു പാർട്ടിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.